നമസ്കാരം. നമ്മളെപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ, അതായത് ഓവർ തിങ്കിങ്ങിനെ കുറിച്ച്. എന്താണ് ഓവർ തിങ്കിങ് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ പറയാം കേട്ടോ. മറ്റുള്ളവർ ഇങ്ങനെയാണോ എന്നതിനോട് പറയണേ. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാണെന്നറിയാം. എൻ്റെ അമ്മയ്ക്കൊരു വയ്യാത്ത കാലുപാടില്ലാത്ത ഒരു അമ്മയായിരുന്നു. അപ്പം അമ്മയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളായിരുന്നു കുഞ്ഞുനാൾ തൊട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ച, എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു കല്യാണം കഴിച്ചു വരുവാണെങ്കിൽ അതെന്നാണ് കല്യാണം നടക്കണേന്ന് ആദ്യം കുറേ കാലത്ത് കൂട്ടുകാരികളൊക്കെ കല്യാണം കഴിച്ചു വിട്ടു, അപ്പോൾ എന്നെയും കല്യാണം കഴിച്ചു വിടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് അപ്പോൾ അമ്മയെപ്പോലെ ഞാനും ഇങ്ങനെ വീണു പോവുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ 10ാം ക്ലാസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം വലിയ പഠിത്തത്തിലൊന്നും വലിയ പഠിപ്പില്ലെങ്കിലും അത്യാവശ്യം പഠിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വലിയ പഠിപ്പിയൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ജയിക്കുമോ, 10ാം ക്ലാസ് എത്തിയപ്പോൾ ജയിക്കുമോ എന്നുള്ള ചിന്തയിലേക്കായി. പരീക്ഷ എഴുതാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്നാന്ന് വെച്ചാൽ തോറ്റു പോകുമോ എന്നുള്ള ചിന്തയിൽ. വലിയ പഠിത്തമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ, കഷ്ടി അങ്ങ് പാസ്സാവും. മാത്സൊക്കെ എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വിഷയങ്ങളൊക്കെ ആയിരുന്നു. അത് അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചെന്ന് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും ചിന്തിച്ചു, ഇനി ഇത് എങ്ങനെ പാസ്സാകുമെന്ന് ഓർത്തു. അങ്ങനെ ഒരു പ്രകാരത്തിലൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സമയം കഴിഞ്ഞപ്പോഴാണ്, ആദ്യമൊക്കെ പാസ്സായില്ല എല്ലാ വിഷയവും, അത് കഴിഞ്ഞപ്പോഴാണ് പാസ്സാക്കി എടുത്തത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞൊരു കോഴ്സിന് പോയി. അത് പകുതി വെച്ച് നിർത്തേണ്ട വന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അത് കഴിഞ്ഞാട്ടോ ഞാൻ പ്രീ ഡിഗ്രിക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെ അപ്പം പിന്നെ എൻ്റെ മനസ്സിൽ പരാജയത്തിൻ്റെ ഭീതികൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇതും പഠിച്ചാൽ ഒരു പ്രയോജനമില്ലാതെ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം ഞാൻ ഡിഗ്രി എഴുതിയെടുത്തു. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായത് എന്താണെന്നറിയാമോ, നമ്മൾ ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എൻ്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചവരോ ഒക്കെ നല്ല ജോലിക്കാരായപ്പോഴും ഒക്കെ ഞാൻ ചിന്തിച്ചു, ഞാൻ ആ കോഴ്സിന് പോയി, ഞാൻ ആ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠിച്ചായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വലിയ സംഭവമായേനെ, അല്ലെങ്കിൽ ഞാനൊരു ജോലിക്ക് കിട്ടുന്ന ഒരു കോഴ്സിന് പഠിക്കാൻ, നേഴ്സിങ്ങിന് പോകാമായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പം അത് നടന്നില്ല, ഇത് നടന്നില്ല, ഒന്നും നടന്നില്ല. അപ്പം പിന്നെ ഞാൻ ഓർത്തു, എൻ്റെ കൂടെ പഠിച്ചവരിലൊന്നും എല്ലാവർക്കും ഒന്നും വലിയ ജോലിയൊന്നും അല്ലല്ലോ കിട്ടിയേക്കണേ, അതോർത്തങ്ങ് സമാധാനിക്കാം എന്ന് വെച്ചു. അപ്പോൾ കുറച്ച് പേരൊക്കെ നേഴ്സിങ്ങിനൊക്കെ പോയിട്ട് വിദേശത്തുമൊക്കെ പോയി നല്ല സെറ്റിലായി എന്ന് കേട്ടു. അപ്പോൾ പിന്നെ ഓർത്തു, അത് പഠിച്ചിട്ടാണെന്ന് വിദേശത്തിന് പോകാമായിരുന്നു എന്നിങ്ങനെ. അത് കഴിഞ്ഞപ്പോൾ കല്യാണത്തെക്കുറിച്ചായിട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കല്യാണം കഴിക്കുന്ന ആളെ എന്നെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം എന്നോർത്തു. അങ്ങനെ ഒരു 10-12 വർഷത്തെ പ്രണയത്തിന് ശേഷം ഞാൻ ഒരാളെ കല്യാണവും കഴിച്ചു. അത് ഞാൻ പ്രേമിച്ച് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാട്ടോ കല്യാണം ആകാറായപ്പോഴാണ് ജോലി കിട്ടിയത് പുള്ളി, എൻ്റെ ഹസ്ബൻഡിന്. അപ്പം പിന്നെ മനസ്സിലോർത്തു, പിള്ളേരുണ്ടാകുമ്പോൾ പിള്ളേരെ എങ്ങനെ ആരോഗ്യമുള്ള പിള്ളേരായിരിക്കുമോ, നല്ല നാള് എന്നൊക്കെ, നാളൊക്കെ വലിയ സംഭവമല്ലേ. അപ്പം നല്ല നാൾ നോക്കിയുള്ള നല്ല പിള്ളേരുണ്ടാകുമോ, സമയത്തുണ്ടാകുമോ എന്നൊക്കെ പ്രാർത്ഥനയായിട്ട് ഇങ്ങനെ കുറേ കാലം ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് എന്നതാണ്, നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിയായിരുന്നെങ്കിൽ ഇച്ചിരിയോടെ സാമ്പത്തികം ഉണ്ടാക്കാം എന്നൊക്കെ ചിന്തയിലേക്ക് വരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു പണി ചെയ്യണം എന്നുള്ളൊരു ചിന്ത അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നു. അത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്താണെന്ന് പറയണേ, എന്ത് ചിന്തിച്ചാലും നമ്മുടെ ഉള്ളിലേക്ക് കടബാധ്യത, കടം കയറി വരുമോ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമോ, ജീവിതത്തിൽ സങ്കടമായിരിക്കുമോ, ഭർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ, എന്തോ ഒരു സ്നേഹം കിട്ടിയാലും നമുക്ക് മതിയാവാത്ത ഒരവസ്ഥ. കാരണം നമ്മൾ വലിയ സ്നേഹമൊന്നും കിട്ടി വളരാത്ത സാഹചര്യത്തിലായതുകൊണ്ട് നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകണം, എപ്പോഴും സ്നേഹം കാണിക്കണം എന്ന ചിന്ത. അതും അങ്ങനെയൊന്നും കിട്ടാനുള്ള സാഹചര്യമല്ല. കാരണം ജോലി ഉള്ളതുകൊണ്ട് പോകണം. ആ മക്കളെ ഇങ്ങനെ വളർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ എപ്പോഴും ചിന്ത തന്നെയാണ്. ആ സമയത്തൊക്കെ ഈ കുഞ്ഞു പിള്ളേരൊക്കെ ബക്കറ്റിൽ ഒക്കെ വീഴുകയും അങ്ങനെ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നതൊക്കെ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കണം എന്നൊരു ചിന്ത. മക്കളെ മാത്രം ചിന്ത എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ ഇരുന്നു. അതും കടന്നുപോയി. അപ്പോൾ എൻ്റെ മൂത്തയാൾക്ക് പൊള്ളലേറ്റു, ഇടയാൾക്ക് കാൽസ്യം കുറവാണ്. ഇങ്ങനെ ദുരിതങ്ങൾ മാത്രം. ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ കടന്നു പോയി ജീവിതത്തിൻ്റെ ഓരോ സമയത്തെത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇതിങ്ങനെ പോയിട്ടുണ്ടല്ലോ, ഈ ഓവർ തിങ്കിങ് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താ ഒരു മെച്ചിരിക്കണേ, ഒന്നുമില്ല, എപ്പോഴും ഈ ദുഃഖങ്ങളും വിഷമങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ചിന്തിച്ചു, ഇത് ഉറക്കെന്ന് പറയണില്ല, ആവശ്യമില്ലാത്ത ചിന്തകൾ എപ്പോഴും നെഗറ്റീവ്. ഭർത്താവ് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ വന്ന വരെ വേറെ ചിന്തകൾ, മക്കൾ എവിടെയെങ്കിലും പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചിന്തകൾ തന്നെ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പം കിടന്ന് ഉറക്കം എന്ന് പറയണില്ലാതെയായി. അപ്പം ഉറക്കത്തിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ചിന്തകൾ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ
റിവേഴ്സായിട്ട് ചിന്തിക്കുന്നതിൻ്റെ ഇപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് മക്കൾ പുറത്തു പോയിക്കൊണ്ട് മക്കൾ തിരിച്ചു വരുന്നതും അവർ വന്ന് സന്തോഷത്തോടെ അമ്മയെന്നൊക്കെ വിളിക്കുന്നതും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുക, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി എന്നൊക്കെ ഓരോ ചാനലുകളിൽ കൂടെയൊക്കെ നമ്മൾ കാണുകയും ഓരോരുത്തരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രാർത്ഥന, അതിൻ്റെ ദൈവമേ അങ്ങനെയാണ് ഈ നെഗറ്റീവിൻ്റെ ഇതിൽ പിന്നെ ഒരു ഭ്രാന്തും കൂടെ പിടിച്ച് നമുക്ക് എന്നാണെന്നറിയാമോ, പാസ്റ്റിലേക്ക് പോകാൻ തുടങ്ങി. കഴിഞ്ഞ കാലത്തെ ജീവിതങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞ കാലത്ത് നമുക്ക് കിട്ടാത്തതെല്ലാം അങ്ങനെ ഓർത്തു, എനിക്ക് ദൈവമേ എനിക്കത് കിട്ടിയിട്ടില്ലല്ലോ, അപ്പം ഈ കാലഘട്ടത്തിൽ എനിക്കത് കിട്ടണം, അല്ലെങ്കിൽ എനിക്കത് അതുകൊണ്ടാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഞാൻ അന്ന് പഠിച്ചായിരുന്നു ഞാൻ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ അന്ന് ഞാൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സൊക്കെ പോയായിരുന്നു ഇങ്ങനെ ആയേനെ, അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ കുടുംബജീവിതം ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ത് പ്രയോജനം എന്ന് മനസ്സിലായില്ല എനിക്ക്. അതും അങ്ങനെ ചിന്തിച്ച് ഞാനിരുന്നു. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പൈസ ഉണ്ടാക്കണം, സാമ്പത്തികമായിട്ട് രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലേക്ക് വന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഭൂസ്വത്തൊക്കെ നമ്മുടെ പേരൻസ് എന്നതൊക്കെ ഉപയോഗിച്ചു, ഇതെല്ലാം ചെയ്തു. എന്നിട്ടും ഒരിടത്തും എത്തിപ്പെടാത്ത ഒരവസ്ഥ വരുമ്പോൾ പിന്നെയും ചിന്തിച്ചു കൂട്ടും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൂട്ടാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ ഭാവിയിലെക്കുറിച്ചാണ്, ഭാവിയിൽ ഇന്നതുണ്ടാക്കണം, ഭാവിയിൽ നല്ല നിലയിലെത്തണം, നല്ല വീട്, നല്ല വാഹനങ്ങൾ, നല്ല ഹൈ ലെവലിൽ അതിലേക്ക് ടൂറ് പോകുന്നതും മക്കളുടെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളും മനസ്സിൽ കയറിക്കൊണ്ടിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് ഒരു പ്രയോജനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. എത്ര നമ്മൾ വീഡിയോകൾ കണ്ടു എന്നോർത്തോ അങ്ങനെയൊന്നും നമ്മുടെ പ്രയോജനം. ഇതിന് ചിന്തകളൊക്കെ ഒത്തിരി കൂടുതലാണ്. നമ്മളൊരിക്കലും നമ്മളെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം കേട്ടോ, എന്നാലേ അതിനൊരു മാർഗം ഉണ്ടാവുള്ളൂ. അല്ലാതെ ലൊട്ടിലൊടുക്ക് പരിപാടി എന്ന് പറയുന്നത് നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് കിടന്നുറങ്ങുക. പിന്നെയുള്ള കാര്യം റിവേഴ്സായിട്ട് എണ്ണാൻ ശ്രമിക്കുക. 100 തൊട്ട് 99, 98 എന്ന് പറഞ്ഞ് ഇങ്ങനെ നമുക്കിങ്ങനെയുള്ള നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് നമ്മൾ എണ്ണാൻ ശ്രമിക്കുക. പിന്നെയുള്ള കാര്യങ്ങളാണ് ഏതെങ്കിലും ഒരു 5 വസ്തുക്കളെക്കുറിച്ച്. അതെനിക്ക് പക്ഷേ വലിയ വർക്കായിട്ടുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും ഒത്തിരി പേര് പറയണ കേട്ടിട്ടുണ്ട്. എനിക്ക് വർക്കാക്കാത്ത 2 കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ്, ഒന്നെങ്കിൽ മധുരത്തെ ഏതെങ്കിലും ഒരു ടേസ്റ്റിനെ കുറിച്ച് ഓർക്കുക, കണ്ണും കൊണ്ട് ഏതെങ്കിലും 5 കാര്യങ്ങൾ കാണുക, മൂക്കുകൊണ്ട് 5 കാര്യങ്ങളുടെ മണങ്ങൾ പിടിക്കുക, ചെവി കൊണ്ട് 5 ശബ്ദങ്ങൾ കേൾക്കുക, 5 സ്പർശങ്ങൾ, ഏതെങ്കിലും സാധനങ്ങൾ 5 സ്പർശങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്തുള്ള ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന ഒത്തിരി വിദഗ്ധർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനതും ചെയ്തു നോക്കി. ഇവിടെ പണി നടക്കണ്ടേ, അതിൻ്റെ ഒരു സൗണ്ട് കേൾക്കും, അപ്പം ഞാൻ ഈ വാതിലൊന്ന് അടച്ചിടുക കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഈ ചിന്തകൾ കൊണ്ട് കുറച്ചൊക്കെ മാറ്റാവുമെന്ന് ഞാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കത് വർക്കായില്ല. പിന്നെ ഞാൻ അടുത്ത കാര്യം ചെയ്തതാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതിയിട്ട് കീറിക്കളയുക. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വിഷമങ്ങൾ എഴുതുക. നമുക്ക് എത്ര വിഷമങ്ങളുണ്ടെന്ന് വെച്ചാൽ അത്രയും വിഷമങ്ങൾ നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ട് ആ കടലാസ് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളത് കീറിക്കളയുക. അപ്പോൾ ഇതാരെയും ഒന്ന് കാണിക്കാനൊന്നും പോരാ, നമ്മുടെ ഉള്ളിലെ വിഷമം തന്നെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അതും എനിക്ക് വർക്കായിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയണം. ഞാനത് ഒത്തിരി പേര് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, അതങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ വിഷമങ്ങളൊക്കെ മാറുമെന്ന്. പക്ഷേ എനിക്കത് ശരിയായിട്ടില്ല. പിന്നെ എനിക്കാകെ വർക്കായിട്ടുള്ള കാര്യമാണ് നമ്മൾ എന്താ പറയണേ, ഈ റിവേഴ്സ് എണ്ണുന്നതും നന്നായിട്ട് ഉറങ്ങുന്നതും. പിന്നെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാം, നമ്മൾ ഈ പാസ്റ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല കേട്ടോ. ഓരോ മനുഷ്യർക്കും ഓരോ സൈസ് ജീവിതമാണ്, അവരുടെ സാമ്പത്തിക സ്ഥിതി വ്യത്യസ്തമായിരിക്കും. അപ്പം നമുക്കുള്ളതിൽ ആത്മസംതൃപ്തി കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്കിനി വരും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അതൊന്നും വരുന്ന കാര്യങ്ങളല്ല. നമ്മൾ പറഞ്ഞു വരുത്താണ്ടിരുന്നാൽ മാത്രം മതി, അല്ലേ? അപ്പം നമ്മളതിനെക്കുറിച്ച് പ്രാർത്ഥനയൊക്കെ അതിന് ഭയങ്കര പോസിറ്റീവ് എനർജി നൽകുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള പ്രാർത്ഥനയിലൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുകയും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂട്ടുകളിൽ നിന്ന് ഇങ്ങനെ പറയുമ്പം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന എനിക്കും അങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുടെ അടുത്തൊന്നും പോയിരിക്കാണ്ടിരിക്കുക. അങ്ങനെയൊന്നും ഇല്ലാതെ പറയുന്നവരുടെ അടുത്ത് തന്നെ നമ്മൾ പോയിരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ വിഷമങ്ങളൊക്കെ എത്രമാത്രം ഉണ്ടെങ്കിലും അത് ഒരു പരിധിയിൽ കൂടുതലേ നമുക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ണാടിയിൽ നിന്ന് നോക്കിയോ ഒക്കെ നമുക്ക് ചുമ്മാ, അല്ലെങ്കിൽ നമുക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടാക്കുകയും ഓവർ തിങ്കിങ് കൊണ്ട് നമുക്ക് ഈ മറ്റേ എന്താ പറയുന്നത് ഒരു ഉഷാറില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. ടെൻഷൻ അടിച്ചൊരു ജീവിതമായിരിക്കും.
നമുക്ക് നന്നായിട്ടൊന്ന് ചിരിക്കാൻ പോലും സാധിക്കില്ല. നമുക്ക് നന്നായിട്ട് ഒരാൾ വർത്തമാനം പറയാം, നമ്മളിങ്ങനെ ചിന്തിക്കും അവരെ പോലെ അല്ലല്ലോ ഞാൻ. അതേപോലെ നമ്മൾ ഈ ആഡംബരങ്ങളുടെ പുറകെ പോകാം. നമ്മുടെ കയ്യിലൊതുങ്ങുന്ന കൊക്കിലൊതുങ്ങാവുന്നത് മാത്രം നമ്മൾ എടുക്കുക. അല്ലാതെ ഈ മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ കൂട്ടുകാരുടെയൊക്കെ ഇടയ്ക്ക് പോയി അല്ലെങ്കിൽ ഈ റീയൂണിയനൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ പലരും പല നിലയിലെത്തിയവരായിരിക്കും. അവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കിതേ ഉള്ളൂ, നമുക്ക് സാഹചര്യങ്ങൾ വന്നു. ഇനിയുള്ള സാഹചര്യത്തിൽ നമ്മളെ പച്ചപിടിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് മറ്റുള്ളവരുടെ സാഹചര്യം കണ്ട് സങ്കടപ്പെട്ടിട്ടിരുന്നിട്ടോ അല്ലെ എനിക്ക് കിട്ടിയില്ല എന്നോർത്തോ അല്ലെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഓർത്തോ ഇതൊന്നും ചിലപ്പോൾ നടന്നൊന്നും വരില്ല. നമുക്ക് ഉള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതിനെ എങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുക. നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, അതേപോലെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ കൂടെയുള്ളവരോട് നമ്മൾ സ്നേഹത്തോടെ പെരുമാറുക. നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, ആരൊക്കെയാണോ നമ്മുടെ കൂടെയുള്ള അവരോട് നമ്മൾ പരമാവധി സ്നേഹം കാണിക്കുക. അവർ തിരിച്ച് നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിലും അവരാണ് നമ്മുടെ കൂടെയുള്ളത്. അവർക്ക് എന്താ പറയുക, നമുക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയോടെ ജീവിക്കുക. സ്വയമായിട്ടൊരു വരുമാനവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. എന്തെങ്കിലും ഒരു വരുമാനം, തയ്യലോ അല്ലെങ്കിൽ ആഭരണങ്ങൾ ഉണ്ടാക്കലോ തുണിയുടെയോ യൂട്യൂബ് ചാനലോ ഒക്കെ. ശരിയാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ എന്തിനാ ഇങ്ങനെ ജീവിതം ഇങ്ങനെ ഈ സങ്കടപ്പെട്ട്? ഞാൻ ഒത്തിരി കളഞ്ഞ വ്യക്തിയാണ്. ചുമ്മാ ആവശ്യമില്ലാത്ത ചിന്തകൾ കൊണ്ട് കാട് കയറി അനാവശ്യമായ ചിന്തകൾ എൻ്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രയോജനമില്ലാന്ന് എനിക്ക് ശരിക്കറിയാം. അപ്പം ഈ ഓണക്കാലത്ത് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, അനാവശ്യ ചിന്തകളെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇപ്പം ഈ നിമിഷം നമുക്ക് എന്താണോ പറ്റുന്നത് അത് നമ്മൾ ചെയ്യുക. അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തുക. നമുക്ക് പരമാവധി സന്തോഷിക്കാൻ പറ്റുന്ന ഒത്തിരി അവസരങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടായിരിക്കും. അതിനെയൊക്കെ കാണുക, കേൾക്കുക, മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ വിഷമങ്ങളും മറ്റുള്ളവരുടെ ഉയർച്ചയും കണ്ട് നമ്മളിങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അവരുടെ സാഹചര്യത്തിൽ അവരങ്ങനെ എത്തി. നമുക്ക് ആ സാഹചര്യം ഉണ്ടായില്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സാഹചര്യം ഇതാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. ശരിയാണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കേട്ടോ, ലൈക്ക്, കമൻറ്റ്